ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അതിന് വേണ്ട എല്ലാ വെജിറ്റബിൾസും ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ബീൻസ്, വെളുത്തുള്ളി, ഒരു വലിയ ഉള്ളി. ചട്ടി ചൂടാവട്ടെ, സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് ചൂടായാൽ മതി. അപ്പോൾ നമുക്ക് ബീൻസും അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കും, കാരണം രണ്ടും ഏകദേശം സെയിം ആണല്ലോ വേവൊക്കെ. ഇനി നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ വേവിച്ചു കൊടുത്താൽ പെട്ടെന്ന് വേവും. പിന്നെ നമ്മളതിലേക്ക് ക്യാബേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്യാബേജ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം, കാരണം ഏകദേശം വെജിറ്റബിളൊക്കെ വന്നു. ഇനി നമുക്ക് കോഴിമുട്ടയാണ് വേണ്ടത്. അത് ഞാൻ ഒരു ഫ്രൈ പാനിലിട്ട് 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കിലോ ഫ്രൈഡ് റൈസാണ്, അപ്പം 5 കോഴിമുട്ട വേണം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ആ വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്തു. അപ്പം ഏകദേശം നമ്മളെ വെജിറ്റബിൾസും അതുപോലെ കോഴിമുട്ടയൊക്കെ വെന്തു. ഇനി നമുക്ക് റൈസ് അതിലേക്ക് ഊറ്റിയിട്ടാൽ മതി. അത്ര പണിയുള്ളൂ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ് ഫ്രൈഡ് റൈസ്. എല്ലാവരും ട്രൈ ചെയ്യുക.